പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മിശപ്പുലിമലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. KFTCയുടെ പാക്കേജ് ഓൺലൈൻ ബുക്ക് ചെയ്ത് ഒരു ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞ് റോഡോമാൻഷൻ കോട്ടേജിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തൊട്ടടുത്ത മലയിൽ ട്രെക്ക് ചെയ്ത് സൂര്യൻ ഉദിച്ചു വരുന്നതും കണ്ട് അവിടുന്ന് പിന്നെ 3 മണിക്കൂർ ട്രെക്ക് ചെയ്ത് മീശപ്പുലിമലയിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മല ഇറങ്ങി കോട്ടേജിലെത്തി വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മൂന്നാർ ടൗണിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറിയാണ് KFTC ഓഫീസ്. അവിടെ എത്തി ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാം. കാറിൽ വന്നാലും ബൈക്കിൽ വന്നാലും അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബൈക്കിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽമെറ്റ്, ജാക്കറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് അവിടെ സെപ്പറേറ്റ് ആയിട്ട് റൂമുണ്ട്. KFTC ഓഫീസിൽ മനോഹരമായ ഒരു പുഷ്പകൃഷി കേന്ദ്രമുണ്ട്. അത് ക്ഷീണിതരായ ഏതൊരു യാത്രക്കാരുടെയും കണ്ണുകൾക്ക് വിരുന്നാണ്. പൂന്തോട്ടത്തിൽ വിദേശവും വന്യവുമായ ഉയർന്ന ഉയരത്തിലുള്ള സസ്യങ്ങളുടെയും പൂക്കളുടെയും ഒരു നിര തന്നെ ഉണ്ട്. ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷൻ മെയിൽ ലഭിക്കുന്നതാണ്. അതിൽ ഓഫീസ് റിപ്പോർട്ടിംഗ് ടൈം 2 മണി എന്ന് കാണാം. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു എൻട്രി പാസ് കിട്ടും. ഓഫീസിൽ നിന്ന് തന്നെ ഒരു ജീപ്പ് വാടകയ്ക്കെടുത്ത് ആ എൻട്രി പാസ് ഡ്രൈവറെ കാണിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരാം. മീശപ്പുലിമല എന്ന് പറയുന്നത് മൂന്നാറിലെ 8643 അടി ഉയരമുള്ള ഒരു വലിയ പർവ്വതമാണ്. ഈ മഹത്തായ പർവ്വതത്തിൽ കയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോകാനുള്ള ഒരേ ഒരു മാർഗമാണ് KFTC പാക്കേജ്. മൂന്നാർ ടൗണിൽ നിന്നാണ് ഈ സാഹസിക യാത്ര ആരംഭിക്കുന്നത്. അവിടെ നിന്ന് മലയുടെ അടിവാരത്തേക്ക് പോകുന്ന ഒരു ജീപ്പ് ട്രാക്ക് ട്രെയിലാണ് ആരംഭിക്കുന്നത്. തേയിലത്തോട്ടത്തിലൂടെയും മനോഹരമായ താഴ്വാരങ്ങളിലൂടെയും പോകുന്ന റൂട്ട്. ആദ്യത്തെ 1 മണിക്കൂർ യാത്ര സുഖമാണ്. അതിനുശേഷം അത് കുത്തനെ ഉള്ളതും ആയാസകരവുമാണ്. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് സൈലന്റ് വാലി എത്തി. ഇവിടെ ചായ കുടിക്കാനായി 10 മിനിറ്റ് ജീപ്പ് നിർത്തി തന്നു. ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ റേഞ്ച് കിട്ടത്തില്ല. അതിനാൽ എല്ലാവരും വീട്ടിലൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇവിടെ അടുത്ത് തന്നെ മനോഹരമായ ഒരു ഗവൺമെന്റ് സ്കൂൾ കാണാനിടയായി. ഇനി നമുക്ക് സൈലന്റ് വാലിയുടെ ഒരു ഏരിയൽ വ്യൂ കാണാം. മീശപ്പുലിമല കയറാൻ KFTCക്ക് 2 പാക്കേജാണ് ഉള്ളത്. ഒന്ന് ബേസ് ക്യാമ്പിലെ ടെന്റ് സ്റ്റേയും പിന്നെ വരുന്നത് റോഡോമാൻഷനിലെ കോട്ടേജ് സ്റ്റേയും. അങ്ങനെ സൈലന്റ് വാലിയിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ബേസ് ക്യാമ്പിലെത്തി. KFTCയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ എൻട്രി പാസ് ഇവിടെ കൊടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് മുകളിലേക്ക് ജീപ്പിൽ പോകാൻ. ഇതാണ് ബേസ് ക്യാമ്പിലെ ടെന്റ്. കൂടാരങ്ങൾ 2 പേർക്കുള്ളതാണ്. രാത്രി കിടക്കാനായിട്ട് ഇവിടുത്തെ വോളണ്ടിയർ സ്ലീപ്പിംഗ് ബാഗ് തരും. തണുപ്പടക്കാൻ ചൂടുള്ള കൂടാരം പോരാ. അതുകൊണ്ടാണ് ഞങ്ങൾ പൊക്കത്തുള്ള റോഡോമാൻഷൻ കോട്ടേജ് ബുക്ക് ചെയ്തത്. വിശ്രമ മുറികൾ, ക്യാമ്പ് ഫയർ പോലുള്ള വൈദ്യുതി വിനോദ പ്രവർത്തനങ്ങൾ ക്യാമ്പ് പൊതു കെട്ടിടത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ബേസ് ക്യാമ്പിൽ ഒരു രാത്രി കൂടാരത്തിൽ തങ്ങാൻ പരമാവധി 40 പേരെ അനുവദിക്കും. 2 പാക്കേജുകളുടെയും കോസ്റ്റ് വ്യത്യാസമുണ്ട്. കാരണം റോഡോമാൻഷൻ 8000 അടി പൊക്കത്തിലുള്ള ഒരു കോട്ടേജ് സ്റ്റേ ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 പേർക്ക് വരുന്ന കോസ്റ്റ് 6000 രൂപയാണ്. ഇതിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പിന്നെ ട്രക്ക് ചെയ്യാൻ കൂടെ ഒരു ഗൈഡ് ഉൾപ്പെടെ ഉള്ള ഒരു പാക്കേജ്. പിന്നെ വരുന്നത് അതിന്റെ താഴെയുള്ള ടെന്റ് സ്റ്റേ ആണ്. അത് 6000 അടി ഉയരത്തിലാണ്. 4000 രൂപയാണ് 2 പേർക്ക് വരുന്ന ചാർജ്. ബാക്കി ഫെസിലിറ്റീസ് എല്ലാം സെയിം തന്നെയാണ് 2 പാക്കേജിനും വരുന്നത്. ട്രക്ക് ചെയ്യുന്ന ദിവസം ബേസ് ക്യാമ്പിലുള്ളവർ ജീപ്പ് വഴി റോഡോമാൻഷൻ കോട്ടേജിൽ കൊണ്ടുവരും. അവിടെ നിന്നാണ് എല്ലാവരും ഒരുമിച്ച് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീപ്പിൽ 6 പേർക്ക് കംഫോർട്ടായി വരാം. ജീപ്പ് കോസ്റ്റ് വരുന്നത് 3500 രൂപയാണ്. അത് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ അത് ഷെയർ ചെയ്തപ്പോൾ ഒരാൾക്ക് 583 രൂപയാണ് ജീപ്പ് ഫെയർ വന്നത്. ഈ ജീപ്പിൽ തന്നെ നിങ്ങൾക്ക് തിരികെ വരാം. അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഒരാൾക്ക് വരുന്നത് 3600 രൂപയാണ്. അതായത് പാക്കേജിന്റെ 3000 രൂപയും പിന്നെ ജീപ്പ് ഫെയർ 583 രൂപയും. ആ കാണുന്നതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം, റോഡോമാൻഷൻ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ടെമ്പറേച്ചർ 13 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. 8 റൂമായിട്ട് മൊത്തം 16 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ചില ഡ്രൈവേഴ്സ് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും. ചിലർ തിരിച്ച് ടൗണിൽ പോയി നാളെ ഉച്ചയ്ക്ക് നമ്മളെ കൂട്ടാൻ വരും. ഉയരത്തിൽ നക്ഷത്ര നിബന്ധമായ രാത്രി പരിവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് റോഡോമാൻഷനാണ്. റോഡോ താഴ്വരയിൽ രാത്രി തങ്ങാൻ ആന ട്രെഞ്ച് സംരക്ഷണമുണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, ഭക്ഷണം
ഭക്ഷണവും ഉൾപ്പെടുന്നു. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് ചെന്നു. ഇവിടെ വർക്ക് ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ തന്നെയാണ്. ഫുഡ് വെച്ച് തരാൻ ഒരു ചേച്ചിയും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഗൈഡായിട്ടുള്ളത്. അങ്ങനെ ഗൈഡ് പറഞ്ഞ പ്രകാരം ഞങ്ങൾ തൊട്ടടുത്ത മലയിൽ സൺസെറ്റ് കാണാനായി ഒരു 1/2 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് തുടങ്ങി. ചെറിയൊരു വാമപ്പ് സെക്ഷൻ. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഈ സ്ഥലം. ഇവിടെ നിന്നാൽ നമുക്ക് മീശപ്പുലിമലയും പിന്നെ നമ്മൾ നാളെ ട്രക്ക് ചെയ്യാൻ പോകുന്ന 7 മലയും എല്ലാം കാണാം. സമയം മാറുന്നോറും ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങി. വൈകുന്നേരം 13 ഡിഗ്രി ആയിരുന്നെങ്കിൽ സൺസെറ്റ് ആയപ്പോൾ അത് 7 ഡിഗ്രി ആയി മാറി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് പയ്യനെ ഇരുട്ടും മുമ്പേ ഇറങ്ങാൻ തുടങ്ങി. കുറച്ചു നേരം ഇരുന്ന് ബോഡിയൊക്കെ ഒന്ന് ചൂടാക്കി നല്ല ചൂട് ചിക്കൻ കറിയും ചോറുമായി ഡിന്നർ കഴിച്ചു. ഇനി രാവിലെ 6:30 സൺറൈസ് കാണാനായി ഇപ്പോൾ കയറിയ സെയിം മലയിൽ എല്ലാവരും നാളെ എത്തണം എന്ന് ഗൈഡ് പറഞ്ഞു. അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ചാണ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ടു മീശപ്പുലിമല. അങ്ങനെ രാവിലെ 5 മണിക്ക് എണീറ്റ് 6 മണിക്ക് റെഡിയായി ഒരു ചായയും പിന്നെ ബ്രെഡും ജാമും കഴിച്ച് ഇന്നലെ കയറി അതേ മലയിൽ ഞങ്ങൾ എല്ലാവരും സൺറൈസ് കാണാൻ കയറാൻ തുടങ്ങി. ഗൈഡിന്റെ ആവശ്യപ്രകാരം സൂര്യൻ ഉദിച്ചതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാ താമസ സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാവരും ട്രക്കിങ്ങിന് തയ്യാറായി അടിവാരത്തെത്തുമ്പോൾ ആരോഹണം ആരംഭിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് സൺറൈസ് പോയിന്റ് എത്തി. അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കോടമഞ്ഞ് അങ്ങ് ദൂരയിൽ നിന്ന് വന്ന് ഓരോ മലയും താണ്ടി പോകുന്ന ഒരു കാഴ്ച. അങ്ങനെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഞങ്ങൾ മീശപ്പുലിമലയ്ക്ക് യാത്ര തുടങ്ങി. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 3 തൊട്ട് 4 മണിക്കൂർ വരെ എടുക്കും മീശപ്പുലിമല എത്താൻ. ആരോഹണ പ്രക്രിയ ഒരു പർവ്വതത്തെ അളക്കുക മാത്രമല്ല, ഒടുവിൽ കൊടുമുടിയിൽ എത്താൻ കയറ്റങ്ങളുടെ ഒരു പരമ്പര തന്നെ താണ്ടണം. ഓരോ ഏതാനും മീറ്ററുകളിലും തളർന്നുപോയ ആളുകളെ ദാഹം ശമിപ്പിക്കാൻ പർവ്വതങ്ങൾ തിളങ്ങുന്ന ശുദ്ധമായ മിനറൽ വാട്ടർ പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ 7 കുന്നുകൾ താണ്ടണം. 7ാമത്തെ കുന്നാണ് അവയിൽ ഏറ്റവും കുത്തനെയുള്ളത്. എന്നാൽ കൊടുമുടിയുടെ മഹത്തായ കാഴ്ചയുടെ വാഗ്ദാനവും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി കീഴടക്കുന്നതിന്റെ ആഹ്ലാദവും സഞ്ചാരിയെ മുന്നോട്ട് നയിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 4 കിലോമീറ്റർ 3.5 മണിക്കൂർ കൊണ്ട് ട്രക്ക് ചെയ്ത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയായ മീശപ്പുലിമലയിൽ എത്തിയിരിക്കുകയാണ്. പർവ്വതത്തിന് മുകളിലെ കാഴ്ച എല്ലാ പ്രശ്നങ്ങൾക്കും വിലയുള്ളതാണ്. താഴെ പൊങ്ങിക്കിടക്കുന്ന മേഘങ്ങളുടെ ദർശനം സ്വർഗത്തിലാണെന്നും ഭൂമിയിലേക്ക് നോക്കുന്നതായും അനുഭവപ്പെടും. കൊടുമുടിയിൽ നിന്ന് നിങ്ങൾക്ക് അത്ഭുതകരമായ മൂന്നാറിന്റെ അയൽപക്കത്തുള്ള സൂര്യനെല്ലിയും ഒരു കാഴ്ച ലഭിക്കും. ഇത് കാണേണ്ട മറ്റൊരു സ്ഥലമാണ്. വലയം ചെയ്യുന്ന മേഘങ്ങൾ താഴേക്ക് പതിച്ചാൽ വിനോദസഞ്ചാരികൾക്ക് കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങൾ തമ്മിൽ പങ്കിടുന്ന അതിർത്തി കാണാൻ കഴിയും. കൊടുമുടിയും അതിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ റോഡോഡെൻഡ്രോൺ കൊണ്ട് സമൃദ്ധമാണ്. കടും ചുവപ്പ് പൂക്കൾ തരുന്ന ഒരു നിത്യഹരിത മരം നിറഞ്ഞ ചെടി. നീലക്കുറിഞ്ഞിയിൽ നിന്ന് വ്യത്യസ്തമായി മീശപ്പുലിമലയിൽ റോഡോഡെൻഡ്രോൺ എല്ലാ സീസണിലും പൂക്കുന്നു. ഈ ചെടികളിൽ നിന്നാണ് റോഡോ താഴ്വാരയ്ക്ക് അതിന്റെ പേര് ലഭിച്ചത്. നമ്മൾ കയറാൻ ഉപയോഗിച്ച വഴിയല്ല തിരികെ ഇറങ്ങുന്നത്. കാരണം ഗൈഡ് പറഞ്ഞത് നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാനായി ആദ്യം ഒരു മലയിൽ കയറിയത് കൊണ്ട് അവിടെ നിന്ന് 7 മല ട്രക്ക് ചെയ്താണ് മീശപ്പുലിമല എത്തിയത്. തിരികെ ഇറങ്ങി കോട്ടേജ് എത്താൻ ആകെ 1.5 മണിക്കൂർ എടുത്തുള്ളൂ. കുത്തനെയുള്ള കയറ്റം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ആലോചിക്കും, പോകുന്ന വഴി ഇതായിരുന്നെങ്കിൽ എളുപ്പമായേനെ. പൂക്കളുടെയും അരുവികളുടെയും താഴ്വരയിലൂടെ സഞ്ചാരികളെ കൊണ്ടുപോകുന്നതാണ് ഈ വഴി. നിങ്ങൾ മലയുടെ അടിവാരത്തെത്തുമ്പോൾ നിങ്ങളുടെ ട്രക്കിംഗ് സാഹസികത അവസാനിക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിതനേക്കാൾ സന്തുഷ്ടനാവുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് റോഡോമാൻസിനെത്തി. ഇവിടെ എത്തിയപ്പോൾ ക്യാൻറ്റീനിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രഞ്ച് ആക്കി കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ചെക്കൗട്ട് ചെയ്തു.